എൻ്റെ പേര് അബീഷ് എന്നാണ്. സ്ഥലം കുരുവട്ടൂരാണ്. ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് വന്ന് ഈ ഒരു ബിസിനസ് ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാല്, ഞാൻ ചെറിയൊരു ട്രഡീഷണൽ ബിസിനസ്, ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ഒരാളാണ്. കാരണം റഷീദ് സാറിനൊക്കെ അറിയാം, സാർ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെയാണെന്ന് സാറിന് അറിയില്ല, ഞാൻ അതിൽ പോകുന്ന സമയത്ത് സാറിനെ വിളിച്ചു. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തി, ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ആ ഒരു ചെറിയ കടയില് ഞാനിങ്ങനെ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സിഗരറ്റ് സെയിൽസ് ചെയ്യുന്ന ഒരാള്, സിഗരറ്റ് നമുക്ക് ദിവസം സെയിൽസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, നല്ലൊരു ബിസിനസ് ആണ് ഈ ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ എനിക്ക് ഒരു ഒഴിവുമില്ല. കാരണം എന്താ പറഞ്ഞാല് കടയില് രാവിലെ 7 മണിക്ക് പോയാല് രാത്രിയാണ് ഞാൻ തിരിച്ചു വരാറ്. അപ്പൊ എനിക്കൊരു ഒഴിവുമില്ല, ഒരു നേരവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ട, നിങ്ങളിത് ഉഷാറായിട്ട് ചെയ്തോളി എന്നാ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സിഗരറ്റുകാരന്റെ മാറ്റം. ഇപ്പൊ എന്നോട് പറഞ്ഞു, ഈ ഒന്നുകൂടി ആലോചിക്കണം കേട്ടോ, കാരണം സിഗരറ്റ് തരുന്നുണ്ടെങ്കിലും ഈ ഒരു ബിസിനസിന്റെ കാര്യം തന്നെയാണ് എപ്പോഴും എന്നോട് പറയാം. ഇത് ആലോചിക്കണം കേട്ടോ, ഇതുവരെയുള്ള പോലെയല്ല. ഡയറക്ട് സെല്ലിങ് ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, പിന്നെ അതേപോലെ ഒന്നും അല്ല. കാരണം ആയുർവേദ പ്രൊഡക്റ്റുകളാണ്, പിന്നെ ആയുഷിന്റെ ആണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ആയുഷിന്റെ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം അത്ര നോക്കിയില്ല. പക്ഷെ ഞാൻ ആയുഷിന്റെ ഏലാദി മുട്ടായി ഞാൻ അവിടെ എന്റെ കടയിൽ വിൽക്കുന്നുണ്ട്. അപ്പം ഈ ആയുഷ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ മുകളില് നോക്കിയ സമയത്ത് അതിന്റെ മുകളിൽ ആയുഷിന്റെ എംബ്ലം ഉണ്ട്. അപ്പൊ ആയുഷിന്റെ എംബ്ലം കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെ പ്രൊഡക്റ്റ് ഒന്ന് എനിക്ക് ജസ്റ്റ് കാണിച്ചു തന്നു. അപ്പൊ ആ പ്രൊഡക്റ്റ് കാണിച്ചു തന്ന സമയത്ത് അതിന്റെ മുകളിലും ഉണ്ട് ആയുഷിന്റെ എംബ്ലം. അപ്പൊ ഞാൻ ചെയ്തു ഇങ്ങനെ. പിന്നെ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിനി. കാരണം എന്താ പറഞ്ഞാൽ, ഇത് വിൽക്കാൻ പറ്റുമോ, ആൾക്ക് കൊടുക്കുന്നതല്ലേ, അകത്തേക്ക് കഴിക്കാൻ പറ്റുമോ, എന്താണോ ഒന്നും എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ വുമൺ കമ്പാനി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ്, ലേഡീസിന് പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട്, അതിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ വൈഫിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഇതിന് ഇങ്ങനെ പറഞ്ഞ് മരുന്ന് വാങ്ങാനൊക്കെ നമുക്കൊരു മടിയുള്ള സമയം. ആ സമയത്ത് ഞാൻ ഒരു പരീക്ഷണം കൂടി ആയിക്കോട്ടെ, വൈഫിനൊന്ന് കൊടുത്തു നോക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വുമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ അകത്തു നിന്നാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വുമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഞാൻ വീട്ടിൽ കൊടുക്കുകയും ഓള് കഴിക്കുകയും, ഓക്ക് ഒരു 2-3 ബോട്ടിൽ കഴിച്ചപ്പം തന്നെ വന്നൊരു ചെറിയ മാറ്റങ്ങൾ. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ എന്നോട് പറഞ്ഞ്, നമ്മുടെ പ്രൊഡക്റ്റ് 3 മാസം മുതൽ 6 മാസം വരെയാണ് കഴിക്കേണ്ടത്, അത് കഴിച്ചാൽ ഉണ്ടാകുന്ന മാറ്റമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വാങ്ങാൻ തയ്യാറായി ഞാനത് വാങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞ്, പിന്നെ ഐഡിയ അടിച്ചു, അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് വാങ്ങി. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചത് എന്താ പറഞ്ഞാൽ, എന്തായാലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചോട്ടെ, അതിനോട് നഷ്ടം നമുക്കൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങണമെങ്കിൽ 1 ലക്ഷങ്ങൾ വേണം. 2.5 ലക്ഷത്തിന്റെ മേലെ സാധനം ഉള്ള ഒരു കടയാണ് 2.5 ലക്ഷത്തിന്റെ മേലെ എന്തായാലും ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ അത്രയും മുടക്കിയിട്ടാണ് നമ്മളൊരു കട തുടങ്ങിയിട്ടുള്ളത്. ആ കടയില് സാധനം മാത്രം കേട്ടോ ഞാൻ പറയുന്നത്, കടേന്റെ ക്യാഷല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും വേണ്ട സ്ഥാനത്താണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറഞ്ഞ പൈസ മതി എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇന്നിപ്പോ നമ്മൾ ഒരു 55,000 മുടക്കിയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു വെച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം ഈ ബിസിനസ്സിൽ മാറ്റം എന്ന് പറഞ്ഞാല് നമ്മൾ ലീഡേഴ്സ് ഒരു മാറ്റം കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം എന്താ പറഞ്ഞാല്, ഈ സിഗരറ്റുകാരനെ ആദ്യം വരുന്നത്, പിന്നെ ഒരു നരച്ചൊരു ഷർട്ട്, ഒരു നരച്ച പാൻറ്റൊക്കെ ഇട്ട് വരുന്ന ആള്, പിന്നെ ഷർട്ട് മാറി, പാൻറ് മാറി, പിന്നെ ഷൂലേക്കായി. പിന്നെ എന്നോട് പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ ജോലി നിർത്തുകയാണ്, ഞാൻ ഫുൾ ടൈം ആയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുകയാണ് അഭിഷേ, അതുകൊണ്ട് നമുക്ക് ഉഷാറായിട്ട് എനിക്ക് കിട്ടുന്ന സമയം ഇതിന് ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ പ്രജീഷ് സാറാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. പ്രജീഷ് സാറ് മേത്തോർത്തായാണ്. അതിന്റെ കഥ ഞാൻ പറയാം. കാരണം ഒരു മേത്തോർത്തായതുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ഒരു ബിസിനസ് തരുന്നത്, കുരുവട്ടൂരുള്ള. അതോ കുരുവട്ടൂര് ധനീഷ് സാറെ വീടിന്റെ
തൊട്ടടുത്താണ് ഞാൻ. ഇന്ന് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ടെക്നിക്കലായിട്ട് ഒരുപാട് അറിവുള്ള നമ്മുടെ ധനീഷ് സാറ് CTC ലീഡറാണ്. ആ ലീഡറെ വീടിന്റെ അടുത്തുള്ള എനിക്ക് ഈ ബിസിനസ് തരുന്നത് മേത്തോടുതായം സ്വദേശിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്ന് അങ്ങനെ കൊറോണ സമയത്ത് എനിക്ക് ഒഴിവില്ല നേരില്ല എന്ന് പറഞ്ഞ ഒരാള് കൊറോണ സമയത്ത് എന്റെ കട അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ കട അടച്ചിടേണ്ട അവസ്ഥ വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. 3 വർഷം ഞാൻ മിസ്സാക്കിയ ആളാണ്. കാരണം എനിക്ക് നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ള എന്താ പറഞ്ഞാല് ഒരിക്കലും നമ്മൾ ഈ ഒരു ബിസിനസിന്റെ അകത്തുനിന്ന് ഒരു പടി മുന്നോട്ട് എന്നല്ലാതെ ഒരു പടി ബാക്കോട്ട് നിങ്ങൾ കാല് വെക്കരുത്. കാരണം ഞാൻ അതിൽ അനുഭവിച്ച ആളാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളൊരു ഒരു ഞാനിപ്പോ ഒരു പെട്ടിക്കടയാണ് നടത്തുന്നതെങ്കിൽ ആ കടേനെ ഞാൻ കൊണ്ടടക്കുന്ന രീതിയാണ്. കാരണം കൊണ്ടടക്കുന്ന രീതി പറഞ്ഞാൽ ഞാൻ ഒരുപാട് മേഖലയിൽ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ വയറിങ്ങിന് പോയിട്ടുണ്ട്, പ്ലംബിങ്ങിന് പോയിട്ടുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ടിന് പോയിട്ടുണ്ട്, JCBയിൽ ക്ലീനറായിട്ട് പോയിട്ടുണ്ട്. എല്ലാ ബിസിനസിന്റെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മളെ കൈ കിട്ടുന്ന അവസരം അത് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ് അതിന്റെ കാര്യം. കാരണം ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിലും പിന്നെ അപേക്ഷ കുറഞ്ഞ പ്രായം കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടും ഒരു കാറും ഈ ഒരു പെട്ടിപ്പീടിയെ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ആ പീടിയ എങ്ങനെ കൊണ്ടടക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള. അതേപോലെ നമുക്ക് കിട്ടിയ ഒരു അവസരം, വലിയൊരു അവസരമാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ആ മൈ ലൈഫ് സ്റ്റൈൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, കിട്ടിയ അവസരം അത്രയും പെർഫെക്റ്റ് ഉള്ള ഒരു അവസരമാണ്. ആ അവസരത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാല് ഇന്ന് സുബി സാറ്, എന്റെ ഗ്രേറ്റ് ലീഡർ സുബി സാറ് വന്ന എന്റെ വീട്ടില് ആദ്യമായിട്ട് വരുന്ന സമയത്ത് സാറ് റൂബി റാങ്കിലാണ്, ഇന്ന് ITC റാങ്കിലാണ്. അപ്പൊ റൂബി റാങ്കിൽ സുബി സാർ വന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ച്, അബി സാറേ എങ്ങൾക്ക് ശക്തമായിട്ട് ഇറങ്ങിക്കൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സുബി സാറേ എനിക്ക് കടയെന്ന് ഒരു രക്ഷയില്ല. കാരണം സ്വന്തം കടയാണ്. ആ കടേനകത്ത് നിന്ന് ഏത് പണിക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഞാൻ എത്തുന്ന ആ കടയിലാണ്. കാരണം എന്താ പറഞ്ഞാല് അച്ഛന്റെ കൂടെ ജോലിക്കാരുണ്ടാവും. ആ ജോലിക്കാരെ പിന്നെ 2 ദിവസം നിൽക്കും, 3-ാമത്തെ ദിവസം ഉണ്ടാവില്ല. അന്നപ്പോ എന്നോട് പറയും ഈ കടയിലേക്ക് വരണം, കടയിൽ ആളില്ല. അങ്ങനെയാണ് ഞാൻ എല്ലാ മേഖലയിൽ നിന്നും ലാസ്റ്റ് കടയിൽ തന്നെ എത്തിപ്പെടുന്നത്. അപ്പൊ ആ കടയിൽ എത്തിപ്പെട്ടിട്ട് ആ കടയിൽ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയ പോലെ തന്നെ മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് 100% ഉറപ്പാണ്. കടയിൽ നിന്ന് ഉണ്ടാക്കിയതിനെക്കാട്ടും കൂടുതൽ. കാരണം 25 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിപ്പം വീടും കാര്യങ്ങളും ഉണ്ടാക്കിയതെങ്കിൽ 5 വർഷം വർക്ക് ചെയ്താൽ മതി എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എന്താ പറഞ്ഞാൽ റൂബി റാങ്കിൽ നിൽക്കുന്ന സുബി സാറ് 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്റെ വീടിന്റെ അത്ര വിലയുള്ള ഒരു ബെൻസാണ് മൂപ്പരൊന്ന് ഉപയോഗിക്കുന്നത്. ആദ്യം CD ഡീലക്സിൽ എന്റെ വീട്ടിൽ വന്ന ആള് പിന്നെ ഇന്ന് STC റാങ്കിൽ എന്റെ ഒരു വീട്ടിൽ ആവശ്യത്തിന് പിന്നെ ഒരു ടീം മീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ച് ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം വരുന്നത് എന്റെ വീടിന്റെ അത്ര വിലയുള്ള കാറിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ ബിസിനസ്സിനെ ഇന്നലെ ഇപ്പോ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ നോക്കിക്കാണുന്നത്, എങ്ങനെ കാണണം. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാള്, നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ ഒരു മസാലക്കട നടത്തുന്ന ഒരാള്, അദ്ദേഹം ഒരു കല്യാണ വീട്ടിൽ പോകുന്ന സമയം, അതായത് എപ്പോഴാണ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആ കല്യാണ വീട്ടില് പാർട്ടി ഫംഗ്ഷനൊക്കെ കഴിയുന്ന നേരത്താണ് ആ പീഡിയക്കാരൻ അവിടെ എത്തുന്നത്. അത് അയാൾ എന്താ പറഞ്ഞാൽ അയാളെ പീഡിയനോട് കാണിക്കുന്ന സീരിയസ്നെസ്, അതായത് കല്യാണം ഉണ്ടാവും, വീട്ടു താമസം ഉണ്ടാവും, ബർത്ത്ഡേ ഉണ്ടാവും, ഇതിനൊക്കെ പോകുന്ന സമയം എപ്പോഴാണ്? അതിന് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കട പൂട്ടി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന് പോകുന്നുള്ളൂ. അതേപോലെ നമ്മൾ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ കാണണം. ഞാൻ ഇന്നലെ കടയിൽ പോയിട്ടില്ല, കാരണം ജലദോഷവും ചെറിയ തലവേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ സംഖ്യ എന്ന് പറഞ്ഞാല് 11,000 രൂപയാണ്. ആ കടയിൽ പോയ ആ 11,000 എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ഒരു അവസരത്തിലേക്ക് വന്നിട്ട് ഈ ഒരു DTC റാങ്ക്, കാരണം നമുക്കറിയാം ഒരു STCക്കൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു റാങ്കാണ് നമ്മുടെ DTC റാങ്ക്.
ഈ DTC റാങ്കില് എൻ്റെ ഒരു സ്നേഹിതന്റെ വൈഫിനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട്, സ്നേഹിതനാണ് പറഞ്ഞത്, വൈഫാണ് അത് ഏറ്റെടുത്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അറ്റാക്ക് കൊണ്ട് നമ്മുടെ സ്നേഹിതൻ മരിച്ചു പോവുക. ആ സ്നേഹിതൻ മരിച്ചു പോയ സമയത്ത് ആ വീട്ടില് നമ്മുടെ ഒരു ഫാമിലി പോലെ നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതോടുകൂടിയാണ് എനിക്ക് ബിസിനസിന്റെ അകത്ത് കുറച്ച് ബാക്കൗട്ട്, കാരണം ബാക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു DTC നിന്ന് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ട് ഞാൻ തരണം ചെയ്തുകൊണ്ട് ആ കുടുംബത്തിലേക്ക് വരുമാനം, ആ മരിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ വരുമാനം മുട്ടാതെ ആ ഒരു DTC ലീഡറെ ഞാൻ വരുമാനം മുട്ടാതെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അത് തന്നെയാണ്. കാരണം എന്താ പറഞ്ഞാല് എപ്പോഴാണ് എന്താന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഹസ്ബൻഡ് മരിച്ചിട്ട് അവിടെ നമുക്കൊരു വരുമാനം വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ GTSലൊക്കെ, താമരശ്ശേരി GTSലൊക്കെ വന്നിട്ടുണ്ട് ആള്. ഞാനും വരുന്ന സമയത്തൊക്കെ ഒരു കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് കഴിഞ്ഞാല് ഈ ഒരു ബിസിനസ്സിൽ മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ കൊണ്ടുപോകുന്ന വ്യക്തികളെ നമുക്ക് വലിയൊരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസിന്റെ അകത്ത് ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ട് ഇപ്പൊ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് ടൈം ആയിട്ട് തന്നെ ഞാൻ ഫുൾ ടൈം ആവേണ്ട സമയം കഴിഞ്ഞു. കാരണം ഫുൾ ടൈം ആവാൻ ഒരു രക്ഷയില്ലാതെ എനിക്ക് പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താണ്, സ്വന്തം കട എനിക്കുണ്ടാണ്. സ്വന്തം കടയിൽ നിന്നും കൊണ്ട് ഞാൻ ഈ ഫുൾ ടൈമർ ആയിക്കാച്ച, കാരണം അച്ഛന് 70 വയസ്സായി. അച്ഛൻ ഇപ്പൊ കടയിൽ വരുന്നതിനെ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇല്ലെങ്കിൽ വല്ലാണ്ട് ഡൗൺ ആയി പോകും. അപ്പൊ അച്ഛൻ കടയിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ കടയിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആ കട ആർക്കെങ്കിലും തൽക്കാലം ആരെങ്കിലും നിർത്തിയും കൊണ്ട് തന്നെ ഞാനത് ഇതിൻ്റെ അകത്ത് ഫുൾ ടൈമർ ആയിട്ട് ഇറക്കും. അപ്പൊ ഇന്നലെ തന്നെ റഷീദ് സാറ് നമ്മളെ കണ്ടിട്ടുണ്ട് PUCയിൽ. ഇന്നലെ ഞാൻ 4:55 ബിസിനസ് കോഴ്സ് ചെയ്തിട്ടുള്ളത്. 4:55 കോഴ്സ് ചെയ്ത് തന്നാല്, കാരണം ട്രെയിനിങ്ങിന് കയറ്റി അവരെ PUC കൂട്ടിക്കൊണ്ടുപോയി ഓലെ 55 കോഴ്സ് ചെയ്തു. ആ ഒരു അച്ചീവർ ആക്കിയിട്ട് എനിക്ക് കയറ്റാനുള്ള ആൾക്കാര് എരഞ്ഞിപ്പാലം നമ്മുടെ ആശീർവാദിലാണ് പ്രോഗ്രാം, അതിൻ്റെ അകത്തേക്ക് കയറ്റാനുള്ള ആൾക്കാരാണ് ഈ ഒരു 4 വ്യക്തികൾ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ 12 മണി കഴിഞ്ഞിരിക്കുന്നു വരുന്ന സമയത്ത്, കാരണം കൊയിലാണ്ടി പുളിയഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ ഒരു വ്യക്തിനെ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അതും റെഡി ആയിട്ടുണ്ട്. ഒരു ബുധനാഴ്ചത്തേക്ക് സെയിൽസ് റെഡിയാക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും ഇപ്പൊ നമ്മള് ശ്രീനിവാസൻ പറഞ്ഞ പോലെ കാണാൻ ലുക്കില്ലാന്നേ ഉള്ളൂ, കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റായിട്ട് GTS സെന്ററുകൾ നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. കാരണം ഞാനൊക്കെ എപ്പോഴും ഓർക്കുന്നു, ഞാൻ എൻ്റെ കടയിൽ നിന്ന് രാവിലെ പോകുന്ന സമയത്ത് ഒരു ഷർട്ട് കൊണ്ടുപോകും. ആ ഷർട്ട് കവറിലിട്ടിട്ട് കൊണ്ടുപോകും. കാരണം കടയിൽ നിന്ന് നിൽക്കുന്ന ആ വേഷത്തിൽ നമുക്ക് നളന്തയിലേ പോകാൻ പറ്റൂല. അങ്ങനെ ഞാൻ അന്ന് നളന്തയിലല്ല ആദ്യമായിട്ടൊന്നും പ്രോഗ്രാം, മലബാർ ഇന്നിലായിരുന്നു പ്രോഗ്രാം. അന്ന് ബെൽനിസാറൊക്കെ STC റാങ്കാ. ബെൽനിസാറൊക്കെ സ്വന്തം കാറിന്റെ അകത്താണ് നമ്മുടെ PUC. മംഗലാപുരത്തു നിന്നൊക്കെ ഞങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ടുവരില്ല. മംഗലാപുരത്ത് നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് ട്രെയിനിൽ സാധനം വന്നാൽ ഞങ്ങളെ വിളിക്കൂ. ആ പ്രൊഡക്റ്റ് എടുത്ത് ബെന്നിസാറെ വണ്ടി കയറ്റും, ധനീസാറെ വണ്ടി കയറ്റും. അങ്ങനെ തലയിലെടുത്ത് കയറ്റി കൊണ്ടുപോയിട്ട്, കാരണം വോട്ടർമാര് കാണാതെ, കാരണം വോട്ടർമാർക്ക് അതിനുള്ള ഒരു പൈസയും കൂടി നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് അത് കാണാതെ തന്നെ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റിയിട്ട് ആ കാലത്ത് അങ്ങനെ ബിസിനസ് ചെയ്ത്, ബെന്നിസാർ എപ്പോഴും ഒരു പൈസ പ്രൊഡക്റ്റിന്റെ പൈസ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ കാറിന്റെ ഡിക്കിയിൽ വെക്കും. ആ ഡിക്കി തന്നെയാണ് പ്രൊഡക്റ്റും ഉണ്ടാവുക. എന്നിട്ട് ബെൽനിസാറെ വൈഫ് ഓരോരുത്തരെ പേര് എഴുതി വെച്ചിട്ട് ഇതിൽ ഇത്ര കയറ്റണം, ഇതിൽ ഇത്ര കയറ്റണം എന്നിട്ട് ഞങ്ങള് അവിടെയാണ് ഞങ്ങളുടെ PUC. ആ PUC മാതിരി ആ കാറിൽ കൊണ്ടുനടന്ന് ഒരുപാട്, എനിക്കറിയാം ബെന്നിസാറൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബിസിനസിന്റെ അകത്തേക്ക് കയറി വന്നിട്ടുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ രാത്രി 12 മണി 1 മണിക്കൊക്കെ റോഡ് സൈഡിൽ ഓംലേറ്റ് കഴിച്ചും കൊണ്ടും ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾ ബെന്നിസാറെ കാണാൻ പോയിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാല് ബെൽനിസാർക്ക് ആദ്യത്തെ
വാഹനം ആക്സിഡന്റ് ആയിട്ടൊക്കെ. അപ്പൊ ബെന്നി സാറെ നമ്മൾ പരിചയപ്പെട്ട മുതൽ നമ്മളെ ഫാമിലി ഫ്രണ്ട് ആയിട്ട് കാണുന്ന എന്റെ കടയിൽ KSRTC ഞാൻ കണ്ടിട്ടുണ്ട്. ബെന്നി സാർ 95 ഒക്കെ എന്റെ കടയിൽ വെച്ചിട്ട് പിന്നെ അഭിഷേക് കളിക്കുക, അഭിഷേക് ഈ ഇതിവിടെ കിട്ടോ, ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് KSRTC കയറി പോകും. KSRTC അകത്ത് ബസ്സിലൊക്കെ കൊടുത്തയക്കുന്ന ആ രീതിയിലാണ് നമ്മളും ഇന്ന് ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നളന്ത, അതായത് GTS ഇപ്പൊ നളന്തയിലാണ് നടക്കുന്നത്, നളന്ത നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ താമരശ്ശേരി ഒന്നും പറയാനില്ല, കാരണം ഭയങ്കര വൈബാണ്. ആ താമരശ്ശേരി കുറഞ്ഞ ആൾക്കാരെ കൊള്ളുള്ളൂ, അത്രയും ചെറിയൊരു ഹോളാണെങ്കിലും അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹോളാണ്. ആ നിറഞ്ഞു നിൽക്കുന്ന നേരം തന്നെ പറഞ്ഞാല് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആൾക്കാർ നിറഞ്ഞു നിന്നിട്ടു അത്രയും ബുദ്ധിമുട്ടിയിട്ട് ചൂടെടുത്തിട്ടും ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ ബിസിനസ് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ബിസിനസ്സിനെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് ഇതാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് 100% ഉറപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് വലിയ അച്ചീവ്മെന്റുകളിലേക്ക് എത്തണമെങ്കിൽ നല്ല എഫേർട്ട് നമ്മൾ എടുക്കണം. ഒരു 5 വർഷം എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ലീഡേഴ്സും നന്നായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിൽ കയറി വരുന്നത്. ഞാൻ ഉണ്ടാക്കിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു വാഹനം, ഒരു 2 വീലർ, 1,20,000 റുപ്യന്റെ ഒരു 2 വീലർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ടാബ്, ഈ ഒരു ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് ഈ ഒരു ടാബ് വാങ്ങിയിട്ടുണ്ട്. 60,000 രൂപേന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ ആ കടയിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ ഗീശയിലെ നോക്കുന്നുണ്ട്. അപ്പൊ ഗീശയിലെ നോക്കുന്ന സമയത്ത് ഒരു പെട്ടിപ്പീടിയക്കാരൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്തേക്ക് സാധനം വാങ്ങാൻ വരുന്നത്. അവിടെ ഞാന് വലിയ നല്ല ഡ്രസ് കോഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വെച്ചാൽ എൻ്റെ അടുത്ത് ചിലപ്പോൾ ആൾക്കാർ വന്നോണമെന്നില്ല. കാരണം ആ ഒരു കടേന്റെ രീതി വേറെ, ഈ ഒരു ബിസിനസിന്റെ രീതി വേറെയാണ്. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ അകത്ത് നമ്മൾ ഡ്രസ് കോഡ് നന്നായിട്ട് കീപ്പ് ചെയ്യണം. കാരണം ഒരു TC റാങ്ക് ഒക്കെ എത്തുന്ന സമയം തന്നെ നമ്മൾ ഇൻസൈഡ് ആക്കാനും നല്ലൊരു പാന്റ്, നല്ല ഷർട്ട്, അതായത് നമ്മളൊരു ബിസിനസ് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഡ്രസ് കോഡ് നിർബന്ധമായിട്ടും നമ്മൾ കീപ്പ് ചെയ്യണം. ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കാരണം ഇന്റെ നാട്ടിലൊക്കെ ഒരുപാട് നെഗറ്റീവ് ഉള്ള, ഞാൻ ഇൻസൈഡൊക്കെ ആക്കി പോകുന്ന സമയത്ത് എന്നോട് ഭയങ്കര ആൾക്കാർ പറയാറുണ്ട്, അഭിഷേക് ഇപ്പം വലിയ ആളായിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ആ പറയുന്ന ആൾക്കാരെ മുന്നിൽ കൂടി ഇൻസൈഡ് ആക്കാതെ എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, കാരണം ഈ ഒരു പെട്ടിപ്പീടികയിൽ നിൽക്കുന്ന ഒരു വ്യക്തി പിന്നെ ഈ ഒരു ഡ്രസ് കോഡിൽ എന്റെ ആഗ്രഹമായിരുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കണം, നല്ലൊരു ഷൂ ഇടണം, നല്ലൊരു ഇൻസൈഡില്. അതായത് ഇന്ന് ഒരുപാട് പഠിച്ച വ്യക്തികള് ഇന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഓരോ ഹോട്ടലിലൊക്കെ പിന്നെ ടേബിളില് ആൾക്കാർക്ക് സാധനം കൊടുക്കുന്ന വെയിറ്റർ ആയിട്ടും മേശ തുടയ്ക്കുന്നത് പോലും നമ്മളെക്കാട്ടും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ പറഞ്ഞാല്, അവരെയൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയാം. ഒന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയോട് പെട്ടെന്ന് പോയിട്ട് നമ്മൾ ആധാർ കാർഡും നിങ്ങൾ ആധാർ കാർഡ് എടുക്കൂ, നിങ്ങളെ ബാങ്ക് പാസ്ബുക്ക് എടുക്കുന്നു ഒരിക്കലും പറയരുത്. ഇപ്പൊ ഞാനൊക്കെ ഒരു ആളെടുത്ത് ബിസിനസ് പോയിക്കാൻ ഞാൻ സിമ്പിൾ ആയിട്ട് പറയും, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടണമെങ്കിൽ, DP പ്രൈസിന് കിട്ടണമെങ്കിൽ നിങ്ങളെ പേരും അഡ്രസ്സും തന്നാൽ മതി എന്ന് പറയും. ആ പേരും അഡ്രസ്സും മാത്രം വാങ്ങാം. പേരും അഡ്രസ്സും വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇങ്കൊക്കെ ആവുമ്പോഴേക്ക് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ പിന്നെ പറയും, നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ബിസിനസ്സായിട്ട് ഇത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ആധാർ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ഒന്ന് തരുമെന്ന് പറയും. അപ്പൊ ഓരോട് പറഞ്ഞു കൊടുക്കണം, നമ്മള് ഇതൊരു സിമ്മാണ്, ഇത് മൊബൈലില് നമുക്കൊരു സിം എടുക്കുന്ന പോലെയാണ്. സിം എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കണം? പാൻ കാർഡ് കൊടുക്കണോ, അഡ്രസ്സ് കൊടുക്കണോ, എല്ലാം കൊടുക്കണം. അപ്പൊ ഒരു സിം എടുക്കുന്ന പോലെ 10 അക്ക നമ്പർ നിങ്ങൾക്ക് കിട്ടും. ആ 10 അക്ക നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് DP പ്രൈസിന് സാധനം വാങ്ങിക്കാം. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഒരൊറ്റടിക്ക് നിങ്ങൾ പാൻ കാർഡ് കടിക്കുക, ആധാർ കടിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇന്ന് ഒരുപാട്, അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഒരുപാട് വ്യക്തികൾ പിന്നെ പറ്റിക്കപ്പെടുന്നുണ്ട്. ആധാർ കൊടുക്കാൻ പാടില്ല, റേഷൻ കാർഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് അറിയില്ല, ഇത് കൊടുത്താൽ ഞാൻ എന്തോ പെട്ടുപോവോ, എൻ്റെ വീടും സ്ഥലമൊക്കെ പോയി പോവോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാം.
അപ്പൊ ഒറ്റടിക്ക് പോയി കാട്ടി നമ്മൾ ആധാറും ഈ പാൻ കാർഡും ഒന്നും പോയി ചോദിക്കരുത്. ആദ്യം സിമ്പിളായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഒരു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ നിങ്ങളെ പാൻ കാർഡും ആധാറും തരാന്ന് പറയാ. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ സ്റ്റോക്കിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ, ഞാനിപ്പോ ഒരു ചെറിയ കടയാണെങ്കിലും ആ കടയിൽ ഫുള്ളായിട്ട് സാധനം നിറഞ്ഞു നിന്നാൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ സാധനം വാങ്ങിക്കാൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്റ്റേഷനറി പീടിക നടത്തുന്ന ആള് ഒരു പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ പീടികയിൽ പോയിട്ട് പഞ്ചസാര വാങ്ങി നമുക്ക് കൊണ്ടുതരില്ല. ഒരു 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ എപ്പോഴും നമ്മളെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് ചോദിച്ചാലും നമ്മളെ അടുത്ത് ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിലും അത് നമ്മൾ ഒരു 55-നൊക്കെ എടുത്താലേ നമ്മൾ ഒരു അത്യാവശ്യം പ്രൊഡക്റ്റ് നമ്മളെ അടുത്ത് ഉണ്ടാവുള്ളൂ. ഒരു 55-ന് ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും കുറവാണ് പറയുന്നത്, ഒരു 55-ന് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിനോട് സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ. അതും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റ് കാണുന്ന സ്ഥലത്ത് വെക്കണം. കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് ഒക്കെ എൻ്റെതല്ലേ, ഞാൻ ഇത് എങ്ങനെയെങ്കിലും വിൽക്കണ്ടേ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു അനുസരണയുള്ള ആളായിട്ട് മാറാം. കാരണം എന്താന്ന് പറഞ്ഞാല്, ഇപ്പം എന്നെ കൊണ്ടുവന്ന ലീഡർ എന്താണോ പറയുന്നത്, അവരിപ്പം കിണറ്റ് ചാടാൻ പറഞ്ഞാല് നമ്മൾ കിണറ്റിൽ ചാടുക. കാരണം എന്താ പറഞ്ഞാല് കിണറ്റ് ചാടാനുള്ള രീതിയിൽ ലീഡേഴ്സ് നമ്മൾ പറയൂല ഒരിക്കലും. കാരണം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ രക്ഷപ്പെടാൻ വന്നിട്ട് ഞാൻ ആരാ ഓൻ പറയുന്നത്, ചിലപ്പോ നമ്മളെക്കാട്ടിലും ഏജ് കുറഞ്ഞ ആളായിരിക്കും, ചിലപ്പോ നമ്മളെ അത്ര കഴിവില്ലാത്ത ഒരാളായിരിക്കും. എന്താണെങ്കിലും ഓനാര എന്നെ പഠിപ്പിക്കാൻ, ഓനാര എന്നോട് പറയാൻ, ആ ചിന്താഗതി നമ്മൾ മാറ്റി വെക്കണം. കാരണം എന്താ പറഞ്ഞാല് ഈ ബിസിനസിന്റെ അകത്ത് ഒരുപാട് അറിവുള്ള ഒരാളായിരിക്കും. കാരണം നമ്മളെക്കാട്ടും മുന്നേ ഈ ഒരു ബിസിനസ്സിൽ വന്ന ഒരാളായിരിക്കും. എങ്കിലും ആ ആളെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രജി സാറ് ഇന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഞാൻ പ്രജി സാർ ഒരേ റാങ്കിലുള്ളത്. കാരണം ഞാൻ 3 വർഷം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഇന്ന് STC റാങ്കിലാണ് പ്രജി സാർ ഉള്ളത്, STC റാങ്കിലാണ് അബീഷ് ഉള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ കഴിയണം. ഞാൻ ഫാസ്റ്റ് അല്ല. കാരണം എന്താ പറഞ്ഞാല് റൂബി റാങ്കിലുള്ള സുബി സാർ ഇന്ന് ITC ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 3 വർഷം മിസ്സാക്കിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇന്ന് വലിയ റാങ്കിലേക്ക് എത്താൻ എനിക്ക് സാധിക്കാൻ. നമ്മളെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ അടുത്ത് എന്താണ് തെറ്റ്, ആ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. കാരണം എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്ന ഫാൾട്ട്, ഞാൻ എന്താണ് ചെയ്യാത്തത്, ഞാൻ GTSന് കറക്റ്റായിട്ട് പങ്കെടുക്കുന്നുണ്ടോ, ട്രെയിനിങ്ങിന് ഞാൻ കറക്റ്റായിട്ട് പങ്കെടുക്കുന്നുണ്ടോ. ഞാനും ഇതേപോലെ തന്നെയാണ്. ഞാൻ ആദ്യം ട്രെയിനിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്ത് സാറേ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുങ്ങാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ മുങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് കഴിഞ്ഞാൽ, ഒരാള് നമ്മളോട് പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കിട്ടൂല. അന്നപ്പോ നമുക്ക് മനസ്സിലാവും നമ്മൾ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്താലേ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളത്. കാരണം എന്താ കഴിഞ്ഞാല് ഇന്ന് ഞാൻ സുബി സാർ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ അകത്താണ് എനിക്ക് മനസ്സിലാകുന്നത് ഫെയർ ലവ്ലി ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ ക്രീം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. KC കൗണ്ടർ എന്ന് പറഞ്ഞ ആള് ഈ ഒരു ക്രീം നമ്മുടെ ഫെയർ ലവ്ലി ഞാൻ എന്റെ കടയിൽ വിൽക്കുന്നുണ്ട്, നമ്മുടെ ഫെയർനെസ് ക്രീം വിൽക്കുന്നുണ്ട്. ഈ ഫെയർനെസ് ക്രീമിന്റെ അകത്ത് കൂടുതൽ കണ്ടന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫെയർ ലവ്ലി ഐശ്വര്യ റായ് പരസ്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ക്വാളിറ്റി കുറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യം എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്ത വകുപ്പാണ്. അതേപോലെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ട്രെയിനിങ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ GTS സെന്ററിന്റെ അകത്ത് നമുക്ക് ഓരോ ലീഡേഴ്സും കയറി വരുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഓരോരോ പോയിന്റുകൾ, ആ പോയിന്റ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയേക്കണം. എന്താണ് ഓര് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഓല് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വരാൻ കഴിയോ, സാധാരണ വ്യക്തിക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പേസ്റ്റ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ലാഭം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എണീച്ച് വെച്ചാൽ അടുത്ത വീട്ടിലേക്കാണ് നോക്കുക. കാരണം ഓല് പല്ല് വെച്ചാൽ എന്റെ പോക്കറ്റിലേക്ക് പൈസ വരുന്ന പണിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഓരോ വാർഡില് നമ്മൾ
നമ്മുടെ പ്രൊഡക്റ്റ് എത്ര ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അടുത്തടുത്ത വാർഡിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് കുരുവട്ടൂർ മാത്രം ടീം ബിൽഡ് ചെയ്തുകൊണ്ട് STC റാങ്കിൽ അപേക്ഷ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളെ ചുറ്റുവട്ടത്ത് നിങ്ങളെ പഞ്ചായത്തിൽ നിങ്ങളെ വാർഡിൽ നിങ്ങൾ സാധനം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചിന്തിക്കണം. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ടീം ബിൽഡ് ചെയ്യുന്നത്. കാരണം ഒരു STC റാങ്ക് വരെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഞാൻ ടീം സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ആയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ എന്ന് കാണുന്നോ അന്നേ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ ഇന്ന് വിചാരിക്കും ബെൽനി സാർ ആണെങ്കിലും സുബി സാർ ആണെങ്കിലും ബിജു PK സാർ ആണെങ്കിലും അവരൊക്കെ നല്ല എഫേർട്ട് എടുത്ത് മാത്രം ഇതിൻ്റെ അത് എത്തിയവരാ. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം കഷ്ടപ്പെടാം. പിന്നെ ഒരിക്കലും നമ്മുടെ ചിന്ത ഞാൻ ചെയ്തിട്ട് മുകളിലുള്ള ആക്ക് കിട്ടല്ലേ, ആ ചിന്ത ഉണ്ടോ നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ്സിനകത്ത് മുന്നോട്ട് കഴിച്ചില്ലാവില്ല. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഞാനൊക്കെ എത്രയോ കണ്ടിട്ടുണ്ട്. സുബി സാറൊക്കെ 2ഉം 3ഉം ട്രെയിനിങ് കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കി വെച്ചിട്ട് കാരണം എനിക്ക് ലീഡേഴ്സിന്റെ വണ്ടി നമ്പർ വേഗം ഞാൻ നോട്ട് ചെയ്യും. എനിക്ക് വണ്ടിനോട് വലിയ താല്പര്യമുള്ളതാണ്. അപ്പൊ ഞാൻ ഈ വണ്ടി നമ്പർ കാണുന്നേരം ഞാൻ സൈഡാക്കി നിർത്തി ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് സീറ്റ് ചരിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പം എത്ര മണിക്കും രാത്രി വരെ പറഞ്ഞാൽ ഇവര് വണ്ടീനകത്തും റോഡ് സൈഡിൽ സൈഡാക്കിയിട്ട് കിടക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് കിടക്കുന്നത്? ഈ ട്രെയിനിങ് എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടി ഒന്നല്ല. ഈ 2ഉം 3ഉം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് ഈ റെസ്റ്റ് എടുക്കുന്നത് വാഹനത്തിന്റെ അകത്താണ്. ഇന്നിപ്പോ സുബി സാറൊക്കെ അങ്ങനെ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, ബെൽനി സാർ ആണെങ്കിലും പിന്നെ സുബി സാർ ആണെങ്കിലും ആരാണെങ്കിലും ബിജു PK സാർ ആണെങ്കിലും ഒരു GTS സെന്ററിൽ വന്നും കാണിച്ച് 2ഓ 3ഓ വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് ബെൽനി സാറൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണോ, 2ഓ 3ഓ കഥ പറഞ്ഞാൽ മതി. കഥ പറഞ്ഞിട്ട് ഒന്ന് GTS സെന്ററിൽ വരിക, വന്ന് ലാസ്റ്റ് കൺക്ലൂഡിങ് സെക്ഷനിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് 2-3 കഥ പറയുന്നതിനാണ് ഇന്ന് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നത്. ആ രീതിയിലേക്ക് നിങ്ങൾ മാറണോ? അതേപോലെ തന്നെ താമരശ്ശേരി, ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, താമരശ്ശേരി നിങ്ങൾ അവിടെ ഏറ്റവും വലിയ ഇന്നൊരു മുതലാളിയായിട്ട് നിൽക്കുന്ന പിന്നെ നമ്മുടെ മൊബൈല് 3G, ആ 3G തുടങ്ങിയ സമയത്ത് മാവൂർ റോട്ടിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആ ആളെ ഞാൻ നല്ല പരിചയമുണ്ട്. ആ മൊബൈൽ ഷോപ്പ് തുടങ്ങിയ കാര്യം നമുക്കറിയാം. ഇന്ന് ഒരുപാട് ഔട്ട്ലെറ്റ് വന്നു. ഇന്ന് ആ ബിസിനസ്സുകാരൻ തുടങ്ങിയ സമയത്ത് ചെറിയൊരു സ്ഥാപനം തുടങ്ങിയതാ മാവൂർ റോട്ടില്. ആ സ്ഥാപനം തുടങ്ങിയ വ്യക്തി ഇന്ന് ഏത് ലെവലിലാണ് നമ്മൾ ചിന്തിക്കണം. അതിനു വേണ്ടി നമ്മളെ എത്ര എഫേർട്ട് പിന്നെ ഷാജി സാർ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഒരു ഔട്ട്ലെറ്റിന്റെ അകത്തുനിന്ന് പിന്നെ 2 തുടങ്ങി 3 തുടങ്ങി അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റിലേക്ക് മാറി. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു ടീമിന്റെ അടുത്തുനിന്ന് മറ്റൊരു ടീമിലേക്കും അങ്ങനെ ടീം ബേസ് ആയിട്ടാണ് ഈ ഒരു ബിസിനസ് പോകുന്നത്. അപ്പൊ നമ്മളെ കടയാണ്, ഓരോ ടീം എന്ന് പറയുന്നത് നമ്മുടെ കടയാണ്. ആ കടേനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിനകത്ത് കോടികൾ ആസ്തി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്. അത് കിട്ടിയ അവസരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കറക്റ്റ് നമ്മൾ പഠിക്കണം. കാരണം ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക, ലീഡേഴ്സിന്റെ ട്രെയിനിങ്ങിന് കയറുക, പ്രോഗ്രാമുകൾ ഒഴിവാക്കാതിരിക്കുക. ഞാനൊക്കെ എത്രയോ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കൊറോണ കഴിഞ്ഞേരം ഞാൻ പിന്നെ ഒരു ദിവസം അച്ഛൻ ഒരു ദിവസം ഞാനും ആക്കി. കാരണം എന്താ പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് പോയിട്ട് രാത്രി 1 മണിക്കാണ് ഞാൻ കട പൂട്ടുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ അവിടെ എത്ര എഫേർട്ട് ഇടുന്നുണ്ട്. അതിന്റെ പകുതി എഫേർട്ട് എനിക്ക് ട്രെയിനിങ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നതിന് എനിക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം അടുത്തതിന്റെ പകുതി പണി ഈ ഒരു ബിസിനസിന്റെ അകത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ വേറെ പണിക്ക് പോകാത്ത ഒരു വ്യക്തിനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാലുണ്ടല്ലോ നമുക്ക് ഓനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മറ്റുള്ള പണിക്ക് പോയവനാണെങ്കിൽ ഓനറിയാം എന്ത് ജോലി എടുക്കുകയാണെങ്കിലും ഇന്ന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് സിമ്പിളാണ്. കാരണം എന്താ, 5 വർഷം മാത്രം പണിയെടുത്താൽ മതി. അത് ഇപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിട്ടിയ അവസരം മാക്സിമം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാറുള്ളത്. അത് ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഫാമിലി ആയിട്ട് പിന്നെയാണെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് നിർബന്ധമായിട്ട് വൈഫിനെ നെഗറ്റീവ് ആണെങ്കിൽ വീട്ടിലെത്തിക്കാൻ വെച്ചാൽ നമുക്ക് വൈഫ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ എന്തിനു പോവാണ്, നിങ്ങൾക്ക് എന്ത് കാര്യമാണല്ലോ ഇതിൻ്റെ അകത്ത് എന്നൊക്കെ ചോദിക്കുന്നത് വൈഫിനെ നമ്മൾ എപ്പോഴും നമ്മൾ കൂടെ കൂട്ടണം. കാരണം കൂടെ കൂട്ടിക്കാൻ വെച്ചാൽ ഓരും കൂടി ഉണ്ടാകുന്ന സമയത്ത് ഞാനൊക്കെ ഫസ്റ്റ് ടൈം ഒക്കെ ഞാനും വൈഫും കൂടിയാണ് ഒരാളടുത്ത് സംസാരിക്കാൻ പോവുക.
അന്നപ്പോ അവർക്ക് മനസ്സിലാവും ഇത് ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ഇറങ്ങി വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഇന്ന് ചെറിയൊരു കമ്പനി അല്ല, അല്ലെങ്കിൽ മോശമല്ല. പിന്നെ അതേമാതിരി തന്നെ നമ്മളെ കഴുത്തിലിടുന്ന ടാഗ്, ആ ടാഗിന്റെ ഒക്കെ ആവശ്യകത കാണുമ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് തോന്നെങ്കിലും അതിന്റെ ഒരു ആവശ്യകത വലുതാണ്. അത് ഞങ്ങൾ ഈ കൊറോണ സമയത്തൊക്കെ ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് കണ്ണൂരിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് പോലീസൊക്കെ കയ്യാണിച്ച സമയത്തു ഇന്റെ കടയിലേക്ക് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കൊറോണ സമയത്ത് എന്നെ സഹായിച്ചത് നമ്മുടെ ടാഗാണ്. എന്താ പറഞ്ഞാല് ഞാൻ സാറേ ആയുർവേദ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഈ കാർഡ് പിന്നെ ടാഗ് എനിക്ക് അതിലൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ടാഗ് നിർബന്ധമായിട്ടും, പിന്നെ യൂണിയൻ, എല്ലാ യൂണിയൻ സപ്പോർട്ടോടു കൂടിയാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതപ്പോ CIT, IND, CITC ഇങ്ങനെയുള്ള ഈ റാങ്കുകൾ, പിന്നെ ഈ യൂണിയൻകാരെ കാർഡ് നമ്മളെ കയ്യിൽ, നമുക്ക് ഏതാണോ ഇഷ്ടം ആ യൂണിയന്റെ കാർഡ്, അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. കാണിച്ചിട്ട് പറയണം ഞാന് പിന്നെ ഇന്ന യൂണിയനിൽ ഈ ഒരു ബിസിനസ്സിന് യൂണിയനും കൂടി സപ്പോർട്ടാണ്. അപ്പം കയ്യെ ഇതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. കാരണം എന്താ പറഞ്ഞാല് എല്ലാ യൂണിയനും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു ബിസിനസ് ആണ്, അപ്പൊ അംഗീകരിച്ച കമ്പനിയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനം ഓലെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മളെ വരുമാനം, നല്ല വരുമാനം ഉണ്ടാക്കണം. നമ്മുടെ ഷോ ആണ് ഈ ഒരു ബിസിനസ്. നമ്മളെ കണ്ടിട്ട് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ഒരിക്കലും നമ്മളെ താഴെ പഠിപ്പിക്കാനോ പറയാനോ നിൽക്കരുത്. നമ്മളെ ചെയ്യുന്ന കാര്യം അതേപോലെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചെയ്യുക. അപ്പൊ മുക്കാൽ ഭാഗം ഈ ഒരു ബിസിനസ് ഷോ ആണ്. ആ ഷോ കാണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നല്ലൊരു ഷോ ആക്കി മാറ്റണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് ക്ഷണിച്ച നമ്മുടെ ഉമ്മർ സാറിനെയൊക്കെ ഞാൻ താമരശ്ശേരിയിൽ നിന്ന് കാണുന്ന വ്യക്തികളാണ് ഇതിൻ്റെ അകത്ത് അധികം ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇന്നെ ഇതിൻ്റെ അകത്തേക്ക് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ജയ് മൈ ലൈഫ്.